വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാബ് റെക്കോർഡ് സീരീസിൻ്റെ പാർട്ട് 4 ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഫിസിക്സിൻ്റെ റെക്കോർഡ് എഴുതാമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫിസിക്സിൻ്റെ റെക്കോർഡ് 2 സെക്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എയിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെരിമെൻറ്റുകളും സെക്ഷൻ ബിയിൽ വരുന്നത് സെക്കൻഡ് ഇയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെരിമെൻറ്റുകളാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 നിന്നും 7 വീതം എക്സ്പെരിമെൻറ്റുകളായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള 7 എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ 2 സെക്ഷനിൽ നിന്നും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലാബ് മാനുവലിനകത്ത് നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനകത്തുനിന്ന് എല്ലാ എക്സ്പെരിമെൻറ്റും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ടീച്ചേഴ്സ് പറയുന്നത് ഏതൊക്കെ എക്സ്പെരിമെൻറ്റുകളാണോ അത്രമാത്രം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്ന ലാബ് മാനുവൽ. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ലാബിൽ കയറാത്ത ഒരാൾക്ക് പോലും റെക്കോർഡായാലും ആ ഒരു ലാബൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ലാബ് മാനുവൽ നമ്മൾ നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഓരോ എക്സ്പെരിമെൻറ്റും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ വെർനിയർ കാലിപ്പേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പേജിൻ്റെ മുകളിൽ തന്നെ ഞങ്ങളടുത്ത് എക്സ്പെരിമെൻറ്റ് നമ്പർ എത്രയാണെന്നുള്ളത് എഴുതാനും ഒരു കോളത്തിൽ നമ്മുടെ ഡേറ്റും മറ്റൊരു കോളത്തിൽ പേജ് നമ്പറും എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ വൃത്തിയിൽ ആ ഒരു ഹെഡിങ് എഴുതിയതിന് ശേഷം ഒരു സൈഡിലായിട്ട് ഇത് എയിം ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് എയിം എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണോ ലാബ് മാനുവലിൽ ആ ഒരു എയിമിന് താഴെ തന്നിട്ടുള്ളത് അത് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിലാണ് വരുന്നത്. അവിടെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഉപകരണങ്ങളാണോ ഉപയോഗിക്കുന്നത് അവരുടെ പേരൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തിയറി എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നമ്മൾ ഈ ഒരു ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്ന സബ് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം എങ്ങനെ നമുക്ക് ഈ ഒരു ഓരോ എക്സ്പെരിമെൻറ്റുകളും ചെയ്യുന്നു എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് ലാബിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതേപോലെ നമ്മൾ അച്ചടിച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു റെക്കോർഡിലേക്കും എഴുതുക. ശേഷം നമ്മൾ റിസൾട്ടും എഴുതേണ്ടത് ഈ ഒരു നമ്മുടെ റെക്കോർഡിൻ്റെ റൈറ്റ് പേജുകളിലാണ്, അതായത് വരെയുള്ള പേജുകളിലാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ ഈ ഒരു മാനുവലിലേക്ക് ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷന് ശേഷമാണ് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുക. ഒരിക്കലും റിസൾട്ട് നമ്മൾ അവിടെ അല്ല എഴുതേണ്ടത്. നമ്മൾ എവിടെയാണോ എയിം, അപ്പാരറ്റസ്, തിയറി, പ്രൊസീജിയർ അതൊക്കെ എഴുതിയിട്ടുള്ളത് അതേ ഭാഗത്താണ് നമ്മൾ ഈ ഒരു റിസൾട്ടും എഴുതേണ്ടത്. ഇനി നമുക്ക് വരുന്നത് ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻസ്, ഗ്രാഫ്, അതുപോലെ തന്നെ ഫിഗറുകൾ, റഫായിട്ടുള്ള ഗ്രാഫ് ഇതൊക്കെ നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഒരു റെക്കോർഡിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റുകളിലാണ്. അപ്പോൾ നമുക്ക് ഒരു 5-6 പ്രാവശ്യമൊക്കെ നമ്മൾ ആ ഒരു റിപ്പീറ്റ് ചെയ്തതിൻ്റെ അത്രയും നമ്മൾ ടാബിളുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് 5-6 മാക്സിമം പോയി കഴിഞ്ഞാൽ 6 പ്രാവശ്യമൊക്കെ നമ്മൾ ആ ഒരു റിപ്പീറ്റ് ചെയ്ത അത്രയും നമ്മുടെ ആ ഒരു എന്താണോ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂസ് എത്രയാണെന്നുള്ളത് എഴുതാട്ടോ. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഗ്രാഫൊക്കെ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല വൃത്തിക്ക് ഒരു ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയുള്ളൂ. കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു A4 നമുക്കൊരു സംഭവം വരയ്ക്കാനൊക്കെ ഉണ്ടാവും. അപ്പം അത് A4 വരച്ചതിന് ശേഷം ഈ ഒരു റെക്കോർഡിൽ നമ്മൾ ഒട്ടിക്കാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഞാൻ ഈ ഒരു റെക്കോർഡ് മറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെക്ഷൻ എയിലാണ് കേട്ടോ ആ ഒരു ലാബ് വരുന്നത്. എന്നുണ്ടെങ്കിൽ റെക്കോർഡിൽ ടീച്ചേഴ്സ് തെറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നല്ല വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അപ്പം ആദ്യം തന്നെ എല്ലാ പ്രശ്നങ്ങളും മാനുവലിൽ നിന്ന് പരിഹരിച്ചതിന് ശേഷം മാത്രം റെക്കോർഡ് ചെയ്താൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു റെക്കോർഡുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് മാത്സും കൂടെ മാത്രമേ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ.